Dear students, Unit 9 ഹൈഡ്രജനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ലെഡ് പെയിൻറ്റിങ്സ്. അതിനുശേഷം നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്ററിലത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് പലതവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച് എന്ന് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറ്റോമിക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച് എന്ന് പറയുക. ദ അറ്റോമിക് ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിസോസിയേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് ആർക്ക്. ഇപ്പം നമുക്കറിയാം, രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നാണ് ഒരു H2 മോളിക്യൂൾ ഫോം ചെയ്യുക ആണല്ലോ. അപ്പോൾ H+H ഗിവിങ് H2 എന്നുള്ളതാണ് ഡൈഹൈഡ്രജൻ അല്ലെങ്കിൽ H2 എന്നുള്ളതിൻ്റെ ഫോം. അപ്പോൾ നമുക്ക് ഈ ഡൈഹൈഡ്രജൻ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്, വേറെ ഹൈഡ്രജൻ ആറ്റംസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഡൈഹൈഡ്രജനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് ഡിസോസിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് അറ്റോമിക് ഹൈഡ്രജൻ ആറ്റത്തിന് കിട്ടുക. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന അറ്റോമിക് ഹൈഡ്രജൻസ് പിന്നെയും റീകമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഹൈഡ്രജൻ തന്നെ ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു റീകോമ്പിനേഷൻ ടൈമിൽ കൂടുതൽ, അതായത് ട്രമൻഡസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മുടെ ഡൈഹൈഡ്രജൻ ഡിസോസിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡിസോസിയേറ്റ് ചെയ്ത ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ പിന്നെ റീകമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ, അതായത് ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ടൈമിൽ ട്രമൻഡസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി നമുക്ക് വെൽഡിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ വെൽഡിങ് പർപ്പസിനൊക്കെ നല്ല ഹീറ്റ് എനർജി കൊടുത്താലാണ് നമുക്ക് അതൊക്കെ നടത്താൻ പറ്റുന്നത്. അപ്പോൾ അതേപോലെ ട്രമൻഡസ് ഹീറ്റ് എനർജി ഈ ഒരു റീകോമ്പിനേഷൻ്റെ ടൈമിൽ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേസിനെ നമ്മൾ ഓക്സി ഹൈഡ്രജൻ ടോർച്ചസ് എന്ന് വിളിക്കുക. ഈ ടോർച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടോർച്ചിൽ നമുക്ക് മോർ എമൗണ്ട് ഹീറ്റാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ആ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെൽഡിങ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ വെൽഡിങ് പർപ്പസുകൾ നടത്താനായിട്ട് സാധിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് ലെഡ് പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ കളർ റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ യൂസിനെ പറ്റിയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ റീസ്റ്റോറിങ് ദ ഒറിജിനൽ കളേഴ്സ് ഓൺ പെയിൻറ്റിങ്സ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഓൾഡൻ, നല്ല പഴയ കാലത്തിലൊക്കെ പെയിൻറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മങ്ങൽ പോലെയൊക്കെ വരും അല്ലേ. അപ്പോൾ ആ ഓൾഡൻ പെയിൻറ്റിങ്സിൻ്റെ കളറ് റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടിരുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ബെസ്റ്റ് ഓക്സിഡൈസിങ് എബിലിറ്റി ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഓക്സിഡൈസിങ് എബിലിറ്റി ഉള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൾഡ് ലെഡ് പെയിൻറ്റിങ്സിൻ്റെ കളറ് റീസ്റ്റോർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ലെഡിൻ്റെ പെയിൻറ്റിംഗ് ഉള്ള ഒരു കേസ്, ഒരു ഫോട്ടോ എടുത്തെന്ന് വിചാരിക്കും. അതിൽ ഹൈഡ്രജൻ സൾഫൈഡ്, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജൻ സൾഫൈഡ്, അതായത് ചെയ്യാനൊക്കെ കാരണമാണെന്നാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ പ്രസൻസ് എയറിലുണ്ട്. അപ്പോൾ ഈ എയറിലുള്ള ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് ലെഡ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ലെഡ് പെയിൻറ്റിങ്സിൻ്റെ കളറ് ഡാർക്കൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓൾഡൻ ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ലെഡ് പെയിൻറ്റിങ്സിൽ ഹൈഡ്രജൻ സൾഫൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ ഫോം ചെയ്യുക? ലെഡും ഹൈഡ്രജൻ സൾഫൈഡും കൂടെ കമ്പൈൻ ചെയ്ത് ലെഡ് സൾഫൈഡ് ഫോം ചെയ്യും. അതായത് ഒരു ബ്ലാക്ക് കളറിലുള്ള ലെഡ് സൾഫൈഡാണ് അവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഈ ബ്ലാക്ക് കളറിലുള്ള ലെഡ് സൾഫൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ലെഡ് സൾഫൈഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ബ്ലാക്ക് ലെഡ് സൾഫൈഡ് എന്നുള്ളത് വൈറ്റ് ലെഡ് സൾഫൈഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു കളറ് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ കാരണം എന്താണ്? ലെഡ് പെയിൻറ്റിങ്സിലുള്ള ലെഡും എയറിലുള്ള ഹൈഡ്രജൻ സൾഫൈഡും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഒരു ബ്ലാക്ക് കളറിലുള്ള ലെഡ് സൾഫൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്ക് കളറിലുള്ള ലെഡ് സൾഫൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് വൈറ്റ് കളറിലുള്ള ലെഡ് സൾഫേറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ആ ബ്ലാക്ക് കളർ എന്തായിട്ട് മാറും? വൈറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് ലെഡ് പെയിൻറ്റിങ്സിൻ്റെ കളറ് പഴയ പോലെ തന്നെ, ആദ്യം എന്തായിരുന്നോ അതിൻ്റെ കളറ് അതേപോലെ തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഹൈഡ്രജൻ യൂണിറ്റ് 9 ഹൈഡ്രജനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ്, നെയിം ദ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ക്ലാർക്സ് മെത്തേഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പോൾ ഹാർഡ്നെസ് ഓഫ് വാട്ടറിൻ്റെ റിമൂവലിൽ നമ്മൾ പഠിച്ച ഒരു മെത്തേഡായിരുന്നു ക്ലാർക്സ് മെത്തേഡ്. അപ്പോൾ ഈ ക്ലാർക്സ് മെത്തേഡിൽ ലൈം, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് നമ്മൾ ക്ലാർക്സ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് എ മോളിക്കുലാർ ഹൈഡ്രേറ്റ്. അപ്പോൾ നമ്മൾ ഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ അയോണിക്, അതേപോലെ കോവാലൻ്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്, പിന്നെ മെറ്റാലിക് ഹൈഡ്രേറ്റ്, അങ്ങനെ പല ഹൈഡ്രൈറ്റ്സ് പഠിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഫസ്റ്റ് എ ലിഥിയം ഹൈഡ്രൈഡ്, ബി അമോണിയ, 3 CRH ക്രോമിയത്തിൻ്റെ ഹൈഡ്രൈഡ്, ഡി ലാന്താനത്തിൻ്റെ ഹൈഡ്രൈഡ്. അങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഹൈഡ്രൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് ലിഥിയം ഹൈഡ്രൈഡാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ അയോണിക് ഹൈഡ്രേറ്റിൻ്റെ ഡെഫിനിഷന് പറഞ്ഞിരുന്നു. എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റ്സുമായിട്ടുള്ള ഹൈഡ്രൈറ്റ്സിനെയാണ് നമ്മൾ അയോണിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിഥിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു മോളിക്കുലാർ ഹൈഡ്രൈഡ് അല്ല. രണ്ടാമത്തേത് NH3 ആണ്. അതായത് പി ബ്ലോക്കിലുള്ള അമോണിയയുമായിട്ട് ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് NH3. അപ്പോൾ പി ബ്ലോക്കുമായിട്ടുള്ള ഹൈഡ്രൈഡിനെ നമ്മൾ വിളിക്കുന്നതാണ് മോളിക്കുലാർ ഹൈഡ്രൈഡ്. അപ്പോൾ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരാൻ സാധ്യത. ഇനി സി ഒന്ന് നോക്കാം. സിയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ ക്രോമിയവും ലന്താനവുമാണ്. അതായത് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്രോമിയം ഡി ബ്ലോക്കിലാണ്, അതേപോലെ ലന്താനം എഫ് ബ്ലോക്കിലാണ്. അപ്പോൾ അത് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ആണ് ഇവ രണ്ടും ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി, അമോണിയ. അപ്പോൾ നമുക്ക് ഓരോ ഹൈഡ്രൈഡ്സും അതിൻ്റെ എക്സാമ്പിൾ സഹിതം അറിയാമെങ്കിൽ ഈ ഒരു കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഗിവ് ദ സ്ട്രക്ചർ, പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഓപ്പൺ ബുക്കിലേക്ക് സ്ട്രക്ചർ പഠിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ഓക്സിജൻ ആറ്റത്തിനെ ബുക്കിൻ്റെ സ്പൈനിലാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതേപോലെ ബോണ്ട് ആംഗിൾസ് എങ്ങനെയാണ് ഗ്യാസ് ഫേസിലും സോളിഡ് ഫേസിലും വരുമ്പോൾ ഓക്സിജൻ എങ്ങനെയാണ്, അതിൻ്റെ ബോണ്ട് ലെങ്ത് എങ്ങനെയാണ്, പിന്നെ ബോണ്ട് ആംഗിൾസ് എങ്ങനെയാണെന്നും കണ്ടിരുന്നു. അപ്പോൾ അത് ഓരോന്നും കറക്റ്റായിട്ട് ഡിനോട്ട് ചെയ്ത് സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുക. അതേപോലെ ആ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് സ്ട്രക്ചർ മാത്രമല്ല പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ സ്ട്രക്ചർ വേണം, പ്രിപ്പറേഷൻ മെത്തേഡ് വേണം, പിന്നെ കെമിക്കൽ റിയാക്ഷൻ ഏതെങ്കിലും ഒരെണ്ണം വേണം. അപ്പോൾ പ്രിപ്പറേഷൻ മെത്തേഡിൽ നമ്മൾ 2 പ്രിപ്പറേഷൻ മെത്തേഡും മൂന്നാമത്തെ ഒരു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനുമാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ബേരിയം പെറോക്സൈഡുമായിട്ടുള്ളത്, രണ്ടാമത്തേത് സോഡിയം പെറോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റത്തെ ബേരിയം പെറോക്സൈഡുമായിട്ടുള്ള പ്രിപ്പറേഷനാണ് നമുക്കിവിടെ നോക്കാവുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ അസിഡിഫൈയിങ് ബേരിയം പെറോക്സൈഡ് ആൻഡ് റിമൂവിങ് എക്സസ് വാട്ടർ ബൈ ഇവാപ്പറേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും കൂടെ ബേരിയം പെറോക്സൈഡ് പ്ലസ് H2SO4 ഗിവിങ് ബേരിയം സൾഫേറ്റ് പ്ലസ് H2O2. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് അവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷനാണ് നോക്കുന്നത്.
ഇവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് സൺലൈറ്റുമായിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് കോമ്പിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ പെറോക്സൈഡ് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ്റെ ഫോർമേഷൻ നടക്കും. ആ ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. H2O2 ഗീവിങ് H2O + O2. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ഏത് കെമിക്കൽ റിയാക്ഷനാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് അത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എഴുതിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആൻസർ വേണമെങ്കിലും എഴുതാം. ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പോഷർ നടക്കുമ്പോഴുള്ള റിയാക്ഷൻ എഴുതാം. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ആ റിയാക്ഷൻ ഇവിടെ എഴുതാം. കാരണം കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടില്ലാത്തപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള റിയാക്ഷൻ ഏതാണോ അത് എഴുതാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, syngas is a mixture of. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ മിക്സറിനാണ് നമ്മൾ സിൻഗ്യാസ് എന്ന് പറയുന്നത്. നമ്മൾ സിൻഗ്യാസ് കോൾ ഗ്യാസിഫിക്കേഷൻ നമുക്ക് പഠിച്ചിരുന്നു. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സറിനാണ് സിൻഗ്യാസ് എന്ന് പറയുക. ഇനി എ സാമ്പിൾ ഓഫ് റിവർ വാട്ടർ ഡസ് നോട്ട് ഗീവ് ലാതർ വിത്ത് സോപ്പ് ഈസിലി വെൻ ഇറ്റ് ഈസ് കോൾഡ്, ബട്ട് ഓൺ ഹീറ്റിംഗ് ഗീവ്സ് റെഡി ലാതർ വിത്ത് സോപ്പ്. വൈ? അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തിലേക്ക് പോകണം? പെർമനൻറ്റ് ഹാർഡ്നെസ്സിലേക്കാണ് ടെമ്പററി ഹാർഡ്നെസ്സിലേക്കാണ് പോകേണ്ടത്? ടെമ്പററി ഹാർഡ്നെസ്സിലേക്കാണ്. കാരണം ഇവിടെ ഹാർഡ്നെസ് ഉണ്ട്, അതായത് സോഫ്റ്റ് അല്ല അല്ലേ. ഡസ് നോട്ട് ഗീവ് ലാതർ വിത്ത് സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ലാതർ ഫോം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹാർഡ്നെസ് ഉള്ള ഒരു വാട്ടറാണ്, പക്ഷേ സ്മോൾ ബോയിലിംഗ് വഴി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ. അതേതാണ്? ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടർ ആയിരിക്കും. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ഉള്ള ഒരു വാട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. അതായത് ആ വാട്ടറിലുള്ള, അതായത് റിവർ വാട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ റിവർ വാട്ടറിലുള്ള കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ പ്രസൻ്റ് ആണെങ്കിൽ അവിടെ എടുക്കുന്ന ആ സോപ്പ് സൊല്യൂഷനും വാട്ടറും തമ്മിൽ ലാതർ ഫോർമേഷൻ നടക്കില്ല. അപ്പം പക്ഷേ നമ്മൾ ഈ ഒരു ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ബൈകാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുകയും അത് കാർബണേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ലാതർ ഫോർമേഷൻ പെട്ടെന്നാണ് നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ടെമ്പററി ഹാർഡ്നെസ്സിനെ ചെറിയൊരു ബോയിലിംഗ് വഴി നമുക്ക് റിമൂവ് ചെയ്യാമെന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ABC 3 കോളംസ് ഉണ്ട്. ഫസ്റ്റ് പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം. ഇത് ഏതാണ്? നമുക്ക് പേര് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ. ഏതൊക്കെയായിരുന്നു? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അങ്ങനെ 3 ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് B കോളത്തിലും C കോളത്തിലും ഉള്ളത് ഏതാണെന്ന് നോക്കുക. ഐസോട്ടോപ്പ് ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ ഈസി ആയിരുന്നു A കോളത്തിലെ A. അടുത്തത് B നോക്കാം. കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഹാർഡ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ. വാട്ടറിൻ്റെ ഹാർഡ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കാൽസ്യവും മഗ്നീഷ്യം. അത് അതായത് സോപ്പുമായിട്ട് ലാതർ ഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ കാൽസ്യം മഗ്നീഷ്യം ഹാർഡ് വാട്ടറുണ്ട്. C കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നോ ലാതർ വിത്ത് സോപ്പ്. അങ്ങനെ സെക്കൻഡ് കേസും ആയിട്ടുണ്ട്. അടുത്ത ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ യൂസ് നമുക്കറിയാം. അതായത് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പൊല്യൂഷൻ കൺട്രോളിന് യൂസ് ചെയ്യുന്നുണ്ട്, കുറേ യൂസസ് നമുക്കറിയാം. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് B കോളം C കോളം നോക്കാം. B കോളത്തിൽ എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് അതർവൈസ് നോൺ ആസ് പെർഹൈഡ്രോൾ. അതേപോലെ ഇതിൻ്റെ അകത്ത് C കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക് ആണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് പൊല്യൂഷൻ കൺട്രോളിന് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട്. ഇനി ലാസ്റ്റത്താണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ് D2O. D2O എന്തായിരുന്നു? ഇറ്റ് ഈസ് നോൺ ആസ് ഹെവി വാട്ടർ. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. അതായത് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ എന്തായിരുന്നു? അതായത് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മോഡറേറ്റർ.
അതിനാണ് നമ്മൾ ഹെവി വാട്ടറിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഈസി ആയിരുന്നു. ഓരോ ഓപ്ഷനും കാണുമ്പോൾ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെ മാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ആൻസർ ഒന്നുകൂടി നോക്കാം. പ്രോട്ടിയം, ട്രിഷ്യം, ഐസോട്ടോപ്പ്, ഹൈഡ്രജൻ. കാൽസ്യം, മഗ്നീഷ്യം, ഹാർഡ് വാട്ടർ, നോ ലാദർ വിത്ത് സോപ്പ്. Hydrogen peroxide is otherwise known as perhydrol. It is used as antiseptic. Deuterium oxide, it's heavy water ആയിട്ട് റിലേറ്റ് ചെയ്താണ്. അതേപോലെ it is used as moderator in nuclear reactor. അടുത്തത് discuss the position of hydrogen in the periodic table. Then account for the following. H2O2 is a bleaching agent. Density of ice is lower than that of water. ഫസ്റ്റ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ കണ്ടതാണ് ഹൈഡ്രജൻ്റെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എസ് ബ്ലോക്കിലാണ് കൊണ്ടുപോയി നമ്മൾ ഹൈഡ്രജനെ പീരിയോഡിക് ടേബിളിൽ വെച്ചേക്കുന്നത്. പക്ഷേ എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റുമായിട്ട് ചെറിയ റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ ഡിഫറൻസും ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് ഹൈഡ്രജന് പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എസ് ബ്ലോക്കിൽ ഉള്ള എലമെൻസുമായിട്ടും അതേപോലെ പി ബ്ലോക്കിലെ ഗ്രൂപ്പ് 17 ഹാലജൻ ഫാമിലിയുമായിട്ടും ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസിൽ റിസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നതുമായിട്ടാണ് കൂടുതൽ റിസംബ്ലൻസ്. അതായത് നമുക്കറിയാം ആൽക്കലി മെറ്റൽസിൻ്റെ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും 1 ഇലക്ട്രോൺ ലാസ്റ്റ് ഷെല്ലിൽ ഉള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും ആൽക്കലി മെറ്റൽസ് യൂണി പോസിറ്റീവ് അയോൺസ് ആയിരിക്കും ഫോം ചെയ്യുക. അതേപോലെ ഹാലജൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അവർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 1 more ഇലക്ട്രോണും കൂടി ആവശ്യമാണ്. അതായത് ഗ്രൂപ്പ് 17 ഹാലജൻസിന്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഹാലജൻസ് യൂണി നെഗറ്റീവ് അയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതേപോലെ ഈ ഹാലജൻസ് എടുത്തു കഴിഞ്ഞാൽ ഹാലജൻസ് എല്ലായ്പ്പോഴും ഡൈ അറ്റോമിക് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫ്ലൂറിനാണെങ്കിൽ F2, ക്ലോറിനാണെങ്കിൽ Cl2 അങ്ങനെ. അതേപോലെ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാലും ഇതൊരു ഡയറ്റോമിക് മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആൽക്കലി മെറ്റൽസുമായിട്ടും ഹാലജൻസുമായിട്ടും കുറേയൊക്കെ ഡിഫറൻസസ് എന്തിനുണ്ട്? ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഉണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് പീരിയോഡിക് ടേബിളിൽ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ്. അപ്പം നമ്മൾ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാനുള്ള റീസൺ പറഞ്ഞ് എന്തായിരുന്നു? ഹൈഡ്രജൻ നേസൻ്റ് ഓക്സിജൻ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. നേസൻ്റ് ഓക്സിജൻ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് നേസൻ്റ് ഓക്സിജൻ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ എയറുമായിട്ടുള്ള ഡീകമ്പോസിഷൻ തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. H2O2 ഗിവിങ് H2O പ്ലസ് ഓക്സിജൻ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവിടെ നമ്മൾ പറഞ്ഞിരുന്നത്. അതേപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് വേക്കൻറ്റ് സ്പേസസ് ഐസിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് വാട്ടറിനേക്കാളും ലോവർ ഡെൻസിറ്റി ഈ ഐസിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ അത്യാവശ്യം കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഹൈഡ്രജൻ കണ്ടു, ഹൈഡ്രജൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു, പിന്നെ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ, പിന്നെ നമ്മൾ കണ്ടത് ഹൈഡ്രജൻ്റെ മെറ്റൽ ഹൈഡ്രൈഡ്സ് കണ്ടു, ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടു, ഹെവി വാട്ടർ കണ്ടു. ഇതിൻ്റെ എല്ലാ യൂസസും കെമിക്കൽ റിയാക്ഷൻസും ഒക്കെ കണ്ടിരുന്നു. അതേപോലെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ്നെസ്, ഹാർഡ് വാട്ടർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ അതെല്ലാം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൻ്റെ എക്സാമാണ് ഉള്ളത്. യൂണിറ്റ് 8 റിഡോക്സ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ അടുത്ത വെള്ളിയാഴ്ചയാണ്. അത് കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച നമുക്ക് ഈ ഹൈഡ്രജൻ്റെ ചാപ്റ്ററിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കാനും അതേപോലെ എക്സാമിനൊക്കെ റെഡി ആവാനും കൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു.